ധനലക്ഷ്മി ടീച്ചർ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയും അല്പം കാര്യവും. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ ഇതാ പഞ്ചതന്ത്രത്തിലെ ഒരു കഥ കൂടി. ടീച്ചറിൻ്റെ വീഡിയോ മുഴുവനായി കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കഥ ഇഷ്ടമായ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുകയും വേണം കേട്ടോ. കൂടാതെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും വേണേ. കഥയിലേക്ക് പോവാം. ഒരു വലിയ കാടിൻ്റെ മധ്യത്തിൽ ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിന് ശാഖകളും ഉപശാഖകളുമായിട്ടുള്ളൊരു വലിയ വൃക്ഷം. അവിടെ കുറേ പക്ഷികൾ താമസിക്കുന്നുണ്ടായിരുന്നു. അതിരാവിലെ ആകുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് ആഹാരം തേടി പോവുകയും സന്ധ്യയാകുമ്പോഴേക്കും തിരിച്ച് ഈ വൃക്ഷത്തിൽ വന്ന് അഭയം പ്രാപിക്കുകയും രാത്രി കാലങ്ങളിൽ അവിടെ വിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. വേറെ പുറം ലോകത്തുള്ള ഒരു ജീവികളിൽ നിന്നും അവർക്ക് അപകടം സംഭവിക്കുകയില്ലായിരുന്നു. അങ്ങനെ അവർ വളരെ സുരക്ഷിതരായിട്ട് അവരങ്ങനെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ കൂട്ടത്തിൽ വൃദ്ധനായ ബുദ്ധിമാനായ ഒരു പക്ഷി താഴെ ഒരു കാഴ്ച കണ്ടു. ഉടനെ തന്നെ താഴേക്ക് പോയിട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയ വള്ളി അത് ഈ വലിയ വൃക്ഷത്തിൽ ഇങ്ങനെ പടർന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ നമ്മുടെ ബുദ്ധിമാനായ ആ പക്ഷി അതിനെ കൊത്തി വലിച്ച് പറിച്ചു കളയാനായിട്ട് ശ്രമിച്ചു. ഇത് കണ്ട് വൃക്ഷത്തിലുണ്ടായിരുന്ന മറ്റു കിളികൾ വന്ന് ഈ വൃദ്ധനായ ബുദ്ധിയുള്ള നമ്മുടെ പക്ഷിയോട് ചോദിച്ചു, എന്താ അമ്മാവായി ചെയ്യുന്നത്? ആ ചെറിയ ചെടി അവിടെ നിന്നോട്ടെ, ആ വള്ളിച്ചെടി എന്തിനാ അങ്ങ് പറിച്ചു കളയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ പക്ഷി പറഞ്ഞു, അതായത് ഇവൻ ഇപ്പോൾ ചെറുതാണ്, പക്ഷെ ഇവൻ വളർന്ന് വലുതായാലും അവൻ ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെ ഇപ്പം തന്നെ പറിച്ചെടുത്ത് കളയാമെന്ന്. പക്ഷെ മറ്റു പക്ഷികൾക്ക് തോന്നിയത് ഇത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. ഒരു കുഞ്ഞു ചെടി, അതെന്ത് ദ്രോഹമാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്? അപ്പം അതിനൊന്നും ആപത്തൊന്നും വരില്ല എന്നുള്ള ധാരണയിൽ അവരതൊന്നും ചെവിക്കൊണ്ടില്ല. അമ്മാവും വീണ്ടും അവരോട് അത് പറിച്ചു കളയാനായിട്ട് സഹായം അപേക്ഷിച്ചപ്പോൾ അവർ പറഞ്ഞു, പിന്നീട് ഒരിക്കൽ ആവട്ടെ, ഇപ്പം അത് അവിടെ നിൽക്കട്ടെ എന്നവർ പറഞ്ഞ് മാറിപ്പോയി. അങ്ങനെ നാളുകൾ കുറേ കഴിഞ്ഞു. ഈ ചെറിയ വള്ളി വലിയൊരു വള്ളിപ്പടർപ്പായി ഈ വൃക്ഷത്തിലേക്ക് കയറി ചുറ്റി വരിഞ്ഞ് എല്ലാ ശാഖകളിലും ഇതിങ്ങനെ പടർന്ന് പന്തലിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേടൻ മൃഗങ്ങളെ പിടിക്കാനായിട്ട് കാട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ഈ വൃക്ഷത്തിൻ്റെ താഴെ എത്തിയപ്പോഴേക്കും മനസ്സിലായത് ഈ വൃക്ഷത്തിൽ ഒരുപാട് പക്ഷികൾ താമസിക്കുന്നുണ്ടെന്ന്. എങ്ങനെയാണെന്നല്ലേ, താഴെ അതിൻ്റെ ഒരുപാട് തൂവലുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാൾക്കത് മനസ്സിലായി. അതിൽ കയറി പറ്റാൻ വല്ല മാർഗമുണ്ടോ ഈ വൃക്ഷത്തിലെന്ന് വിചാരിച്ച് ഇയാൾ നോക്കിയപ്പോൾ അതിന് നല്ല ശക്തിയായൊരു വള്ളിപ്പടർപ്പ്. അയാൾ അതിലൂടെ കയറി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വലയെടുത്ത് ആ വൃക്ഷത്തിലെ ശാഖകളിലൊക്കെ വിരിച്ചിട്ടു. എന്നിട്ട് അയാൾ തിരിച്ച് വീട്ടിൽ പോയി. അന്ന് പതിവിലും വിപരീതമായിട്ട് നമ്മുടെ പക്ഷികൾ വളരെ താമസിച്ചാണ് അവിടെ എത്തിയത്. ഇരുട്ട് വ്യാപിച്ചത് കൊണ്ട് അവർക്കത് ചുറ്റും നോക്കിയിട്ട് അവർക്ക് ഈ വല കണ്ടുമില്ല. അവർ വൃക്ഷച്ചില്ലയിൽ അവർ കയറി ഇരുന്നതും അവർ ആ കെണിയിൽ പെട്ടു. അതിൽ പെട്ട ഉടനെ അവർക്ക് കാര്യം മനസ്സിലായി. അവർ വലയിൽ പെട്ടുപോയി എന്ന് പറഞ്ഞു. അവരുടനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ബുദ്ധിമാനായ പക്ഷി പറഞ്ഞു, അന്നേ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളടുത്ത് ആ വള്ളിപ്പടർപ്പിനെ പറിച്ചു കളയണമെന്ന്. ഇന്ന് കണ്ടോ, ഇത് വളർന്ന് പന്തലിച്ചൊരു വലിയ വള്ളിപ്പടർപ്പായി ഇപ്പം നമുക്കത് അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഉടനെ പക്ഷികളെല്ലാവരും കൂടെ ഈ അമ്മാവനോട് അപേക്ഷിച്ചു എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടെത്താനായിട്ട്. നമ്മുടെ ബുദ്ധിമാനായ പക്ഷി പറഞ്ഞു, ശരി, ഒരു മാർഗമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും നാളെ ആ വേടൻ വരുന്ന സമയത്ത് ചത്തതുപോലെ കിടക്കാം. അയാൾ വിചാരിക്കും നമ്മളത് ചത്തതാണെന്ന് വിചാരിച്ച് അയാൾ ഓരോരോ പക്ഷിയായിട്ട് എടുത്ത് തറയിലേക്ക് ഇടും. അവസാന പക്ഷി വരെ അയാൾ തറയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറന്നിവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു. മറ്റ് പക്ഷികളെല്ലാം അത് അനുസരിക്കാൻ സമ്മതം നൽകി. അടുത്ത ദിവസം എത്തിയപ്പോഴേക്കും നമ്മുടെ വേടൻ വരികയാണ്. വന്ന് നോക്കിയപ്പോൾ ഒരുപാട് പക്ഷികൾ തൻ്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്ന കണ്ട് സന്തോഷിച്ച് അയാൾ വള്ളിപ്പടർപ്പിലൂടെ ആ വൃക്ഷത്തിൽ കയറി. എന്നിട്ട് ഓരോരോ പക്ഷിയായിട്ട് അയാൾ എടുത്തെടുത്ത് ഇങ്ങനെ താഴോട്ട് എറിഞ്ഞു. അവസാനത്തെ പക്ഷി വരെ അയാൾ താഴോട്ട് എറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പക്ഷികളെല്ലാവരും കൂടെ ഒരുമിച്ച് ശക്തിയായിട്ട് ചിറകടിച്ച് അവരെല്ലാവരും പറന്നുയർന്നു. ഇത് കണ്ട് വേടൻ അന്ധാളിച്ച്, പക്ഷികൾക്ക് ഇത്ര അധികം ബുദ്ധിയോ എന്ന് അതിശയത്തോടു കൂടി വിചാരിക്കുന്നതോടൊപ്പം തനിക്ക് പറ്റിയ നഷ്ടബോധവും കൂടെ അയാൾക്ക് മനസ്സിൽ ഓർമ്മ വന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം.
അല്ലേ? ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യാതിരുന്നാൽ പിന്നീട് അത് വലിയ അപകടമായിരിക്കും ക്ഷണിച്ചു വരുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ മുതിർന്ന ആൾക്കാർ, അച്ഛനമ്മമാരും ടീച്ചർമാരും മറ്റു ഗുരുജനങ്ങളും ഒക്കെ നമ്മളോട് പറയുന്ന വാക്കുകൾ അതിൽ കാര്യമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊച്ചു കൊച്ചു കഥകൾ കേൾക്കുന്നതും മറ്റുള്ളവർ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതും ഒക്കെ. എന്തിനാണ്? പിന്നീട് നമുക്ക് വല്ല അപകടം സംഭവിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഇല്ലെങ്കിൽ ആ അപകടത്തിൽ ചെന്ന് പെടാതിരിക്കാനോ ഉള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇനി മുതൽ എല്ലാ കാര്യങ്ങളും മുതിർന്നവർ പറയുന്നത് അനുസരിക്കും, അല്ലേ? അനുസരിക്കുകയും ചെയ്യും. അത് നന്നായിട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് പ്രയോഗിക്കുകയും ചെയ്യും, ഇല്ലേ? തീർച്ചയായിട്ടും ചെയ്യില്ലേ? ശരി, ഇതാ നിങ്ങളുടെ കഥാസാഗരത്തിലേക്ക് ഒരു മുത്തും കൂടിയായി. അടുത്തൊരു കഥയുമായി ടീച്ചർ വേഗം വരാട്ടോ. അതുവരേക്ക് ബൈ.